ഈ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയുണ്ട്. ഭാരതാംബ വിവാദം ഒഴിവാക്കണമെന്നാണ് ഗവർണർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ VC നിയമനങ്ങളിൽ കൂടിയാലോചന വേണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ഒരു മഞ്ഞുരുകുന്നതിൻ്റെ സൂചനകളല്ലേ? ഒരു വളരെ പ്രധാനപ്പെട്ട മഞ്ഞുരുക എന്ന് പറഞ്ഞാൽ ഗവർണർ അതിന് പറഞ്ഞിരിക്കുന്ന ഈ മറുപടി, അതായത് നിരവധി ബില്ലുകൾ ഗവർണർ ഒപ്പിടാണ്ടിരിക്കുകയാണ്. അതിന് ഗവർണർ പറഞ്ഞ ഒരു മറുപടി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അതായത് 14 ചോദ്യങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റിന്റെയും ഗവർണറുടെയും ബില്ലുകൾ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി അതിനൊരു ടൈം ലിമിറ്റ് വെച്ചിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഗവർണർ ഇത്തരം ബില്ലുകൾ പാസ്സാക്കുന്നതിനെ കുറിച്ചുള്ള ക്ലോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൈം ഫ്രെയിം വെച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് സുപ്രീം കോടതി അതിലൊരു ടൈം ഫ്രെയിം വയ്ക്കുകയുണ്ടായി. ടൈം ഫ്രെയിം വെച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് 14 ചോദ്യങ്ങളുടെ അയച്ചിട്ടുണ്ട്. അത് ഇതിക്ക് മുന്നും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഉണ്ടായതിനു ശേഷം 15 പ്രാവശ്യം ഇത്തരത്തിൽ രാഷ്ട്രപതിമാർ സുപ്രീം കോടതിയോട് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ വിഷയം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അതിൻ്റെ തീരുമാനം വന്നതിന് ശേഷം മാത്രം ബില്ലുകൾ ഒപ്പിടാം എന്നാണ് ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞതെന്നാണ് വാർത്ത. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെയൊക്കെ തീരുമാനം എന്ന് വരുമെന്നോ, എന്ന് ആ ഡിസിഷൻ എത്ര ദിവസങ്ങൾ, എത്ര നാളുകൾ, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞേക്കാം. അങ്ങനെ വരുമ്പോ ഈ സർക്കാരിന്റെ കാലാവധി കഴിയുന്ന ഒരു ഈ സർവകലാശാല നിയമ ഭേദഗതി, സ്വകാര്യ സർവകലാശാല തുടങ്ങിയ ബില്ലുകൾ ഒപ്പിടുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതായത് ബില്ലുകൾ ഒപ്പിടുന്നതിനെ കുറിച്ചുള്ള കേസിൽ രാഷ്ട്രപതിയുടെ പരാമർശത്തിൽ സുപ്രീം കോടതി നിലപാട് അറിഞ്ഞ ശേഷം തീരുമാനിക്കാമെന്ന ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അതെ, അതാ ഞാൻ പറഞ്ഞത്. അതായത് സുപ്രീം കോടതിയുടെ നിലപാട് അറിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ഹിയറിംഗ് കഴിഞ്ഞ് അതിനൊരു ഓർഡർ വരുന്നതിന് ടൈം ലിമിറ്റ് ഇല്ല. അത് എപ്പോഴാണ് അത് ഹിയറിംഗ് തുടങ്ങാന്ന്? കാരണം സുപ്രീം കോടതിയിൽ ഓരോ കേസുകൾക്കും 6 മാസമൊക്കെ കഴിഞ്ഞാണ് ഒരു പോസ്റ്റിംഗ് കൊടുക്കുന്നത്. അതിന്റെ ഹിയറിംഗ് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് പോസ്റ്റ് ചെയ്ത് അതിന്റെ ഹിയറിംഗ് നടന്ന് അതിന്റെ ജഡ്ജ്മെന്റ് വരുമ്പോൾ ചിലപ്പോൾ നേരത്തെ വരാം, അതിനേക്കാൾ കൂടുതൽ ടൈം എടുത്തു എന്നും വരാം. കാരണം ഒരു കേസല്ല. ഇപ്പൊ കേരള സർക്കാരിന്റെ ഒരു കേസായിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് കേരള സർക്കാരിന്റെ അഭിഭാഷകർ പറഞ്ഞാൽ കോടതി ചിലപ്പോൾ പരിഗണിക്കും. ഇത് ഒരുപാട് കേസുകൾ ഉള്ളതുകൊണ്ടും അതിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടും അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള ഒരു സമയവും സൗകര്യവും നോക്കി തന്നെയാണ് അതിൽ പോസ്റ്റ് ചെയ്യുക. അത് എപ്പോൾ ആവും എന്നുള്ളതിന് യാതൊരു ഇതില്ല. പക്ഷെ പിന്നെ ഗവർണർ പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം ഭാരതാംബയുടെ വിവാദം ഒഴിവാക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതില് ഭാരതാംബ എന്ന് പറഞ്ഞ നിലവിൽ ഇന്ന് രാജ്യം അംഗീകരിച്ച ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നമ്മുടെ ഇന്ത്യയുടെ പതാക ഏന്തിയ ഭാരതാംബ വെക്കുന്നതിൽ ആർക്കും ഒരു പ്രശ്നമില്ല. സ്വകാര്യമായി ഗവർണർക്ക് ഇഷ്ടമുള്ള ഭാരതാംബയെ മനസ്സിൽ സൂക്ഷിക്കുന്നതിനോ അദ്ദേഹത്തിന്റെ മുറിയിൽ സൂക്ഷിക്കുന്നതോ ഒരു പ്രശ്നമല്ല. പക്ഷെ പബ്ലിക് ഫംഗ്ഷനിൽ രാജ്യം അംഗീകരിച്ചിട്ടില്ലാത്തതും RSSന്റെ കൊടി എന്തിയതുമായിട്ടുള്ള ഭാരതാംബയെ വെക്കുന്നതിൽ തെറ്റില്ല എന്ന് മുഖ്യമന്ത്രി. ഗവർണർ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതും നിലവിളക്ക് കൊളുത്തുന്നതും ഒക്കെ ബോധപൂർവമുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ലെന്ന് ഗവർണർ ചർച്ചയിൽ അറിയിച്ചിട്ടുണ്ട്. അത് ഗവർണർ എന്തോരം ചർച്ചയിൽ അത് പറഞ്ഞാലും ഗവർണർ അത് വളരെ ബോധപൂർവം ചെയ്തതാണെന്ന് ചോറിനെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവും. മുഖ്യമന്ത്രി അത് അനുവദിച്ചാൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തിനും CPM എന്ന പാർട്ടിക്കും വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുന്ന ഒരു കാര്യമായിരിക്കും. ഇന്ന് മാത്രമല്ല, ചരിത്രത്തിലാകെ ആ വിഷയത്തിൽ മുഖ്യമന്ത്രി അത് സമ്മതിച്ചു. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലാണ്. ഞാൻ പറഞ്ഞൊരു സ്വകാര്യതയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ ഭാരതാംബയുടെ ചിത്രം ത്രിവർണ പതാകയ്ക്ക് പകരം RSSന്റെ കൊടി വെച്ചിട്ട് മുഖ്യമന്ത്രി എവിടെയും വെക്കാനായിട്ട് ഗവർണർക്ക് അനുവാദം നൽകുന്നു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അല്ലാതെ RSSന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മാറുന്നു എന്ന നിലയിലേക്ക് വരികയും. അല്ല, അതിപ്പോ ഇദ്ദേഹം പറയുന്നത് താൻ ഗവർണറായിരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ശീലങ്ങളും
ആണ് ഇത് വിശദീകരിച്ചത്. രാജ്ഭവനിലെ ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചതിലുള്ള നീരസം അദ്ദേഹം, കാരണം ഇദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഇവിടെ അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ആ സമയത്ത് അതൊരു വലിയ വിവാദമാക്കിയത് ശിവൻകുട്ടിയായിരുന്നു. അല്ല, ശിവൻകുട്ടി മാത്രമല്ല, മന്ത്രി പി പ്രസാദ് ആണല്ലോ ആദ്യം തുടങ്ങുന്നത്. അതായത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അല്ല, ഭാരതാംബയുടെ ചിത്രം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അതിലൊരു രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം അംഗീകരിക്കാൻ കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ട് തന്നെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇടതുപക്ഷത്തിന് അതിനോടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ഞാൻ പറയുന്നത് അതായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു പൊതു ചടങ്ങിൽ, ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ അത് വലിയ കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വലിച്ചിഴക്കേണ്ടതെന്നാണ് ഗവർണർ പറഞ്ഞത്. അത് പറയാമായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് പറയാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതങ്ങനെ കാരണം ഗവർണർ കൃത്യമായ രാഷ്ട്രീയ നിലപാടോട് കൂടിയ, ഗവർണർക്ക് അറിയാത്തതല്ല ഭാരതാംബ എന്ന് പറയുന്ന ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയാണ് എന്ന് അറിയാത്തതല്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് വളരെ സൂക്ഷ്മമായ രീതിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട്, അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ഇതൊന്നും ഒരു വിവാദമേ അല്ല. പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അത് നമ്മൾ എന്താ പറയുക, ഇൻഫിൽട്രേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അത് അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പി പ്രസാദ് അന്ന് എതിർത്തത്, പിന്നീട് ശിവൻകുട്ടി അത് എതിർത്തത്. മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ഭാരതാംബയുടെ കയ്യിൽ ത്രിവർണ്ണ പതാകയ്ക്ക് പകരമായി RSSന്റെ കൊടി വരുന്നത് ഗവർണറോട് അംഗീകരിച്ചു പോരാൻ കഴിയില്ല മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രി കേവലം ഒരു മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന രീതിയിൽ ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്. ഗവർണർ RSSന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആൾ എന്ന പോലെ തന്നെയാണ് മുഖ്യമന്ത്രി CPMന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആൾ എന്ന നിലയിൽ വിവാദങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഗവർണർ ഈ ഭാരതാംബയുടെ ചിത്രം ത്രിവർണ്ണ പതാകയ്ക്ക് പകരമായി RSSന്റെ കൊടിയേന്തിയ ഈ ചിത്രം ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ ഈ വിവാദങ്ങൾ ഒഴിവാകൂ. മുഖ്യമന്ത്രിയോ ഇനി മന്ത്രിമാരോ പറഞ്ഞില്ലെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വേണ്ടത്ര ഫലം അക്കാര്യത്തിൽ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് രണ്ടിലും മുഖ്യമന്ത്രിയും ഗവർണറും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവർണർ മുഖ്യമന്ത്രി ഏറ്റുമുട്ടലിലേക്ക് പോകാതെ തർക്ക വിഷയങ്ങളിൽ സർക്കാരും രാജ്ഭവനും സമവായത്തിൽ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ SFIക്കാരെ വെറുതെ തെരുവിൽ വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. അതായത് മുഖ്യമന്ത്രിയും ഗവർണറും സമവായത്തിലൂടെ പോകുന്നതാണ് നല്ലത്, എല്ലാ അർത്ഥത്തിലും നല്ലത്. കാരണം നമ്മുടെ സർവകലാശാലകളുടെ പ്രവർത്തനം ഇന്നിപ്പോ പൂർണ്ണമായും ഡെഡായി മാറിയിരിക്കുകയാണ്. ഒരു സർട്ടിഫിക്കറ്റ് പോലും അവിടെ നിന്ന് പുറത്തേക്ക് വരാത്ത രീതിയിൽ 2 സർവകലാശാലകൾ, ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചാൻസലറും മുഖ്യമന്ത്രിയും അല്ല ഇക്കാര്യത്തിൽ വഴക്കുണ്ടാക്കേണ്ടത്, മന്ത്രിമാരും ആ നിലയിൽ ഒരു സമവായത്തിലെത്തുക എന്ന് പറയുന്നത് പ്രധാനമാണ്. സമവായത്തിലെത്തുമ്പോഴും രാഷ്ട്രീയമായ സറണ്ടർ രണ്ടു കൂട്ടർക്കും സാധ്യമാവുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതില് എന്താവും എന്നതിനെ സംബന്ധിച്ച് നമ്മൾക്കറിയില്ല. പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ RSSന്റെ പതാക ഏന്തിയ ഭാരതാംബയെ വെക്കാൻ അനുവദിച്ചു വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ നിന്നു പോവുക അസാധ്യമായ ഒരു കാര്യമായിട്ട് മാറും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സംഘടനയും തകർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. RSSും CPMും തമ്മിലുള്ള അലയൻസ് എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.